ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേതൃത്വയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മറ്റ് സഭകളേക്കാൾ കുറച്ച് അടുത്ത് കുറെ കൂടെ ഇൻറ്റിമേറ്റ് ആയിട്ട് ബന്ധമുള്ളൊരു സഭയാണല്ലോ ഫിലിപ്പിയ സഭ. അത് ആ ലേഖനത്തിലുടനീളം നമുക്ക് കാണാം. അതിൻ്റെ ആരംഭ ഭാഗത്ത് ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങൾ ഉണ്ടാകണ്ടേ എന്ന് പറഞ്ഞ് എന്താണ് ക്രിസ്തുവിലെ ഭാവം എന്ന് തെളിയിച്ചതിന് ശേഷം 14-15 വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത പങ്കുവെക്കും. ഈ തലമുറയുടെ അവസ്ഥ എന്താ, അതിൽ നാം എങ്ങനെയായിരിക്കണം, മാത്രമല്ല നമ്മുടെ അളവുകോൽ എന്തായിരിക്കണം എന്നൊക്കെ തെളിച്ച് അപ്പോസ്തലൻ അവിടെ പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില ദൂതുകൾ ദൈവാത്മാവ് എനിക്ക് തന്നയൊരു ഭാഗമാണ്. ഒറ്റ വീഡിയോയിൽ അത് നിൽക്കുകയില്ല, പലതായി കുറേശ്ശെ നമുക്ക് ചിന്തിക്കാം. മാത്രമല്ല ഈ തലമുറയിൽ നമ്മുടെ റോൾ എന്താണ്, നമുക്ക് എന്ത് ഉത്തരവാദിത്വമാണുള്ളത്, നമുക്കെന്ത് സ്ഥാനമാണുള്ളത് എന്ന് അപ്പോസ്തലൻ അവിടെ പറയുന്നു. നാം ആരായിരിക്കണം എന്ന് പറയുന്നു, ഇതുപോലെ പ്രകാശിക്കണം എന്നും പറയുന്നു. ഇപ്പോൾ ഓരോന്നായി നമുക്ക് നോക്കാം. ഈ തലമുറ ഏതാണ്? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. പൗലോസ് 1-ാം നൂറ്റാണ്ടിൽ അത് എഴുതുമ്പോൾ അന്നത്തെ തലമുറയെക്കുറിച്ചത് പറഞ്ഞെങ്കിൽ അതിനേക്കാൾ എത്രയോ വളഞ്ഞു കോടി ഉള്ള ഒരു തലമുറയാണിത്. പെർവേഴ്സ് ആൻഡ് ക്രൂക്കഡ് ജനറേഷൻ എന്ന് ഇംഗ്ലീഷ് കാണാം. പെർവേഴ്സ് വളഞ്ഞ നേരെയല്ലാത്ത ഒരു തലമുറ. അപ്പോൾ അതിൻ്റെ ഈ തലമുറയുടെ കാഴ്ചപ്പാട് എന്താണ്? അത് വളഞ്ഞു കൂടിയത്. തലമുറയുടെ വീക്ഷണം വളഞ്ഞു കൂടിയത്. ഈ തലമുറയുടെ ജീവിത രീതി എന്താണ്, ജീവിത ശൈലി അത് വളഞ്ഞുകൂടിയത്. ധാർമ്മിക നിലവാരം, വക്രതയും കോട്ടവുള്ളെന്ന് പറയുമ്പോൾ ധാർമ്മിക നിലവാരമോ അതും വളഞ്ഞുകൂടിയത്. പെർവേഴ്സ്. മാത്രമല്ല ബന്ധങ്ങളോ, ഇതെല്ലാം തലമുറയിലുള്ളതാണല്ലോ. ഈ തലമുറയുടെ ബന്ധങ്ങളോ അത് തന്നെ. നേരായ ബന്ധങ്ങൾ ചുരുക്കം ഇന്നത്തെ കാലത്ത് പറയണ്ടല്ലോ. ആത്മീയ നിലവാരമോ ഇരുണ്ടത്, മനസ്സിരുണ്ടത്, നശിക്കുന്ന, നാശത്തിലേക്ക് നീങ്ങുന്ന ദുഃഖകരമായ അവസ്ഥയിൽ ഈ തലമുറ ആയിരിക്കുന്നു. ഈ തലമുറ മാത്രമല്ല, ഏത് തലമുറയും ദൈവത്തെ വിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ അവസാനം ഇത് തന്നെയാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ജലപ്രളയത്തിന് മുമ്പുള്ള തലമുറയെക്കുറിച്ച് പറയുമ്പോൾ, ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ സകല ജഡവും തൻ്റെ നില വഷളാക്കിയിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലുണ്ട്. സകല ജഡവും ദൈവമുമ്പിൽ വഷളായി. അന്നങ്ങനെയെങ്കിൽ
ഇന്നതിനേക്കാൾ എത്രയോ ഭയങ്കരം. നമ്മൾ സമൂഹത്തിലുടനീളം കാണുന്നതല്ലേ. ഇതിൻ്റെ മധ്യത്തിൽ ദൈവജനത്തിൻ്റെ പങ്കെന്താണ്? വളഞ്ഞുകൂടിയ വികലമായ വീക്ഷണമുള്ള, വികലമായ വിലയിരുത്തലുകളുള്ള, വികലമായ ജീവിത വീക്ഷണം, ജീവിത ശൈലികളുള്ള, വികലമായ ധാർമ്മിക നിലവാരമുള്ള, വികലമായ ആത്മീയ കാഴ്ചപ്പാടുള്ള, വഷളത്വം നിറഞ്ഞ സമൂഹത്തിൽ നമ്മുടെ പങ്കെന്താണ്? ഒന്നുകിൽ നമുക്ക് ഇതിനോടെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് അതിൻ്റെ അതേ ശൈലികൾ പിന്തുടർന്ന് അതിനോട് ഇഴങ്ങിച്ചേർന്ന് അതുപോലെ ജീവിക്കണോ? ഇതാണോ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? അതോ അതിന് തികച്ചും വിരുദ്ധമായിട്ടോ? നമുക്ക് വ്യക്തമായൊരളവുകൾ അവിടെ പറയുന്നു. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, നമുക്കൊരു അളവുകോൽ അല്ലെങ്കിൽ യാർഡ് സ്റ്റിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ തലമുറയുടെ പോക്കിൽ അതിനോട് ഇഴിച്ചേർന്ന് അതുപോലെ മുന്നോട്ട് പോകാനല്ല, പിന്നെയോ വ്യക്തമായ ഒരു മാനദണ്ഡം ദൈവം വെച്ചിട്ടുണ്ട്. എന്താണ്? ജീവന്റെ വചനം. സാക്ഷാൽ ജീവനായവൻ അവനെ ജീവിപ്പിക്കുന്ന, ജീവൻ തുളുമ്പുന്ന പ്രമാണം നമുക്ക് തന്നു. അത് പ്രമാണിച്ചുകൊണ്ട് അവരെ പോലെ ആകാനല്ല, അവരോട് ഇഴിച്ചേരാനല്ല, അവരുടെ ജീവിത രീതി പകർത്താൻ അല്ല, ഒരിക്കലുമല്ല, അവരുടെ ചിന്താഗതി വെച്ചു പുലർത്താൻ അല്ല. വ്യക്തമായ ദൈവം പറയുന്നു, അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. മാത്രമല്ല, ഒരു പ്രമാണം നമുക്ക് തന്നു. നാം പ്രമാണിക്കാൻ, അല്ലെങ്കിൽ നാം അനുസരിക്കാൻ, നാം കീഴ്പ്പെട്ട് നടക്കാൻ, നാം അനുവർത്തിക്കാൻ ഒരു ജീവിത മാതൃകയും ഒരു ജീവിത പ്രമാണവും ദൈവം നമുക്ക് തന്നു. അത് വിട്ട ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അത് പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു കാണുന്നു. മാത്രമല്ല, 2-3 ആ 14 വാക്യത്തിൽ, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആയിരിക്കണം. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറ, നമ്മൾ ചിന്തിച്ച പോലെ സകല ജനവും വഷളായി ദൈവത്തെ വിട്ട് തോന്നിയ പോലെ പോകുന്ന സമൂഹത്തിൽ നാം അവരോട് ഇഴിച്ചേർന്ന് അവരെ പോലെയാകാനല്ല, പിന്നെ അനിന്യരായി, അപവാദരഹിതരായി, പരമാർത്ഥികളായി, മാത്രമല്ല ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകണം. 3 കാര്യങ്ങൾ: അനിന്യർ, പരമാർത്ഥികൾ, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കൾ. സ്വർഗത്തിൽ ചെന്നിട്ട് നിഷ്കളങ്കരാകാനല്ല, നാം തന്നെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മെ തിരഞ്ഞെടുത്തു എന്ന് എഫേസ്യർ 1-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നു. അതിനെന്ത് ചെയ്യണം? അതോടുണ്ട്. നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അപവാദരഹിതരായി, നിഷ്കളങ്കരായി, പരമാർത്ഥികളായി ഒരു കൂട്ടം ഈ ലോകത്തിൽ ജീവിക്കണം. അതിനുവേണ്ടി പെറുപില്ലാത്തവരായി, തർക്കമില്ലാത്തവരായി ജീവിപ്പിൻ. ശരി, ഇന്നതേ ഉള്ളല്ലോ. അപ്പോൾ ഈ തലമുറയ്ക്കല്ല
തലമുറയെ കൊണ്ട് പോലെ അങ്ങനെ ആയിപ്പോകുന്നു. കാലഘട്ടത്തിൻ്റെ അതിനെ പഴിച്ച് അതിൻ്റെ ന്യായം പറഞ്ഞ് നാം ആയിപ്പോകുന്നല്ലോ. അതായത് നിയമത്തെ അനുസരിക്കുന്ന, വ്യവസ്ഥ പാലിക്കുന്ന, സ്നേഹമുള്ള, നിസ്വാർത്ഥരായ, കരുതുന്ന, ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരു സമൂഹമായി ജീവിക്കണം എന്നുകൂടെ ഞാൻ പറയാം. വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടുന്ന, അധികാരത്തിന് കീഴ്പ്പെടുന്ന, സഹകരണ മനോഭാവമുള്ള, ഐകമത്യമുള്ള, സ്നേഹിക്കുന്ന, സ്വാർത്ഥതയില്ലാത്ത, നിസ്വാർത്ഥരായ, കരുതുന്ന, അന്യോന്യം കരുതുന്ന, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരെ ഈ ലോകത്തിൽ ജീവിക്കണം. അതിനാണ് 15-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ജ്യോതിർഗോളങ്ങളുടെ സ്ഥാനം, അതിനെക്കുറിച്ച് അല്പമായി എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ചില പ്രധാന കാര്യങ്ങൾ നാം ചിന്തിക്കാനുണ്ട്. ലോകത്തിൽ അതിനിടയ്ക്ക് കുടുങ്ങിക്കിടക്കുന്നല്ല, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ അവരുടെ ഇടയിൽ അവരെ പോലെ തർക്കവും വാദവും അടിയും പിടിയും ഇടിയും വഴക്കും ബഹളവും ശണ്ടയും ശല്യവും ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. താരതമ്യം നോക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ജ്യോതിസുകളുടെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, മറ്റ് നക്ഷത്രങ്ങൾ പോലുള്ളവയ്ക്കാണല്ലോ ജ്യോതിസുകളെന്ന് പറയുക, ജ്യോതിർഗോളങ്ങൾ. അപ്പോൾ ജ്യോതിർഗോളങ്ങളായി അവയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ചില കാര്യം കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകും. ഒന്ന്, അവയുടെ സ്ഥാനം. ഈ എത്രയോ നമ്മിൽ നിന്നും ഏതാണ്ട് എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. ഫാർ അബവ്, എത്രയോ ഉയരത്തിൽ. ജ്യോതിർഗോളങ്ങളൊന്നും താഴെയല്ല, ഉയരത്തിലാണ്. അവിടെ സ്ഥാനം വളരെ ഉയരത്തിൽ. അങ്ങനെ വരുമ്പോൾ അവരുടെ ഇടയിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്ന് വരുമ്പോൾ നാം മറ്റുള്ളവരെ പോലെ, വിശ്വാസി എന്ന് പറയുന്ന വ്യക്തി ശേഷം മനുഷ്യരെ പോലെ അല്ല, പിന്നെയോ അവരെക്കാൾ ഉന്നതമായ സ്ഥാനം. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, അതുമാത്രമല്ല നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. നോക്കണം, ലോകത്തിന് വെളിച്ചമാകുന്നു. വെളിച്ചം കൊടുക്കണമെങ്കിൽ ഒരു കുഴിയിൽ എന്നാൽ പറ്റുകയില്ലല്ലോ, വെളിച്ചം ഉയരത്തിലാണ്. അപ്പോൾ വിശ്വാസിയുടെ സ്ഥാനം ഇന്ന് നാം സൗകര്യപൂർവ്വം മറന്നു കളയുന്ന, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, നമ്മുടെ ആകാത്ത വഴികൾക്ക്, ആകാത്ത പ്രവൃത്തികൾക്ക് ദൈവവചനത്തിനെ കൂട്ടുപിടിച്ച് ന്യായീകരണം കണ്ടെത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ദൈവവചനത്തിന് പറയാനുള്ളത് ഇതാണ്, നമുക്ക് നമ്മുടെ സ്ഥാനം എവിടെ? അതിനേക്കാൾ എത്രയോ ഉന്നതമായി. കർത്താവ് ഒരിക്കൽ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരെയും പരീശന്മാരെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ നീതി അവരെ പോലെയല്ല, എത്രയോ ഉന്നതമായ സ്ഥാനം. 2, ജ്യോതിസുകളുടെ വേറൊരു പ്രത്യേകത ഇവിടെ പറയും, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഒന്ന്, അവരുടെ സ്ഥാനം വളരെ ഉയരത്തിൽ. 2, അവ എപ്പോഴും പ്രകാശിക്കുന്നു, ഒരിക്കലും പ്രകാശം നിർത്തുന്നില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശ്വാസി കർത്താവ് ദൈവവചനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസിനെ പോലെ എപ്പോഴും പ്രകാശിക്കുക. ഇതിൻ്റെ അംശം ഒട്ടുമില്ലാതെ സാക്ഷാൽ സത്യം വെളിച്ചമായവനെ പോലെ
യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നല്ലോ, ദൈവം വെളിച്ചമാകുന്നു, അവന് ഇരുട്ട് ഒട്ടുമില്ല. അതുപോലെ തന്നെ അവൻ അടുത്ത 7-ാം വാക്യത്തിൽ പറയുന്നു, അവൻ വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ. അപ്പോൾ വെളിച്ചത്തിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇരുട്ട് ഒട്ടുമില്ലാത്തവൻ്റെ പ്രകാശം എന്നിൽ വ്യാപരിക്കുമ്പോൾ ഞാനും പ്രകാശിക്കുന്നു, എപ്പോഴും പ്രകാശം. ഈ ഇരുണ്ട ലോകത്തിൽ, പാപലോകത്തിൽ പ്രകാശിക്കുന്നു. സ്തോത്രം. അപ്പോൾ ജോസുകളുടെ സ്ഥാനം ഉയരത്തിൽ, ജോസുകളുടെ പ്രത്യേകത എപ്പോഴും പ്രകാശിക്കുന്നവയാണ്. മാത്രമല്ല ജോസുകൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. പ്രകാശം കൊടുക്കുന്ന മാത്രമല്ല, അവർ പ്രകാശിക്കുന്നത്, ഇപ്പോൾ സൂര്യൻ പ്രകാശിക്കുന്നു എങ്ങനെ? ഞാൻ ഒരു നന്നായി ശാസ്ത്രം പഠിച്ച ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടു, 45 ലക്ഷം ടൺ ഊർജം ഒരു സെക്കൻഡിൽ കത്തിയാണ് സൂര്യന് ഇത്രയും പ്രകാശം കൊടുക്കുന്നത്. 45 ലക്ഷം ടൺ മാറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് കത്തിയാണ് സൂര്യൻ പ്രകാശം കൊണ്ട്. അപ്പോൾ ഇത്രയും വർഷം എത്ര അനന്ത കോടി അത് കത്തിയിട്ടാണ് സൂര്യൻ പ്രകാശം കൊടുത്തത്. അപ്പോൾ സ്വയം എരിഞ്ഞ് പ്രകാശിക്കുക, അതിനാണ് ജോസ്കോളം എന്ന് പറയുന്നത്. സ്വയം എരിയുന്നു, സ്ഥാനം മാത്രമല്ല, പ്രകാശിക്കുന്നു മാത്രമല്ല, സ്വയം എരിയുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. ജ്വലിച്ചു പ്രകാശിക്കുന്ന നമ്മെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ പറയുമോ? മറ്റുള്ളവർ ഇത് പറയുമോ? ജ്വലിച്ചു പ്രകാശിക്കുന്ന ദൈവ സ്നേഹത്താൽ, ദൈവ തേജസ്സിനാൽ ജ്വലിച്ചു പ്രകാശിക്കുന്ന. സ്തോത്രം. എപ്പോഴും ജ്വലിച്ചുകൊണ്ട് കത്തിയെരിയുക, സ്വയം എരിയുന്നു. പൗലോസ് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുന്ന ബ്രിങ് ഇറ്റ് ടു സബ്ജക്ഷൻ. ഞാനത് കടക്കുന്നു. ഇന്നോ ശരീരത്തിൻ്റെ സകലയാകാത്ത പ്രവൃത്തികളും പിശാചാൽ നിവേശിതരായി അടിയും പിടിയും ബഹളവും കോലാഹലവും എന്നിട്ട് പറയാ ദൈവമക്കൾ. ആദിമസഭയിൽ ഭിന്നത ഉണ്ടായിരുന്നല്ലോ, അത്രേ ഉള്ളൂ. ആശ്വസിപ്പിക്കുക. ദൈവമാരെന്ന് ചിന്തിക്കുന്നോ? വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഒരു പ്രമാണം നിനക്കുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ജ്യോതിഷനെ പോലെ പ്രകാശിക്കണം. അതിനോ ദൈവത്തിന് നിഷ്കള മക്കളായി പിറുപിറുപ്പും വാദവും മാറ്റിവെച്ച് എന്ത് ചെയ്താലും ദൈവനാമോഹത്തിനായി ചെയ്ത അനന്യരായി, കുറ്റമറ്റവരായി, പരമാർത്ഥികളായി, ദൈവത്തിന് നിഷ്കളങ്ക മക്കളായി നീ പ്രകാശിക്കണം. ബേണിങ്, എപ്പോഴും ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുക. ജ്യോതിഷങ്ങളുടെ അതുപോലെ പൗലോസ് പറഞ്ഞ ആ താരതമ്യം നോക്കണം. ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നു. ഞാൻ 3 കാര്യം പറഞ്ഞായിരുന്നു. 2, 4 വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് എപ്പോഴും പുറത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്നും എടുക്കുന്നില്ല. ജ്യോതിർഗോളങ്ങൾ എടുക്കുക, അവയ്ക്ക് എടുക്കുന്നില്ല, അവ പുറത്തു വിട്ടുകൊണ്ടിരിക്കുക. സൂര്യൻ പ്രകാശം പുറത്തോട്ട് വിടുക, അതുകൊണ്ടല്ലേ നാം ജീവിക്കുന്നത്. അവ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളോ വിശ്വാസികളാണെന്ന് പറയുന്നു. എന്തെങ്കിലും കൊടുക്കാനോ? കർത്താവ് വേറെ അർത്ഥത്തിൽ പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്നും തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ ഒരു ഉറവയെ കുറിച്ച് വീഡിയോ ചെയ്ത് ഞാൻ ഓർക്കുന്നു. അതിൻ്റെ പ്രത്യേകം ഓൾവേസ് ഗിവിങ് ഔട്ട്, എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക, തിരിച്ചതെടുക്കുന്നില്ല. ഇതുപോലെ ചോർഗോളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, എപ്പോഴും തിരിച്ചെടുക്കുകയല്ല, അത് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. 5ാമത് പറഞ്ഞല്ലോ, അതിൽ നിന്ന് 2-3 കാര്യങ്ങളോട് ചിന്തിക്കാൻ. ചോർഗോളങ്ങളുടെ പ്രത്യേകത അത് കൊടുക്കുന്നത് നിസ്വാർത്ഥമായിട്ടാണ്.
തിരിച്ച് കിട്ടും, എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടല്ല. പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ച് എന്തെങ്കിലും പ്രതിഫലമോ ലാഭമോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ അല്ല സൂര്യൻ പ്രകാശിക്കുന്നത്, സൂര്യൻ ഊർജം കൊടുക്കുന്നത്. നമ്മൾ ചിന്തിക്കാറുണ്ട്, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നെങ്കിൽ തിരിച്ചു കിട്ടാനല്ല, ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുത്തോണ്ടിരിക്കുക. അതല്ല, ജ്യോതിർഗോളങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നതുകൊണ്ടാണ് ഭൂമിയിൽ ജീവനുള്ളത്, നിലനിൽക്കുന്നത്. മറ്റു വാക്കിൽ പറഞ്ഞാൽ ജീവനെ നിലനിർത്തുന്നു. ഈ സൂര്യനിൽ നിന്ന് പ്രകാശം വേണ്ട തോതിൽ ഭൂമിയിൽ കിട്ടുന്നതുകൊണ്ടാണല്ലോ ഈ ജീവന്റെ നിലനിൽപ്പ് ഈ ഭൂമിയിലുള്ളത്. ഇതുപോലെ സാക്ഷാൽ ജീവന്റെ ഉറവയിൽ നിന്നുള്ള പ്രകാശം എന്നിൽ വ്യാപരിച്ച് അത് എന്നിൽ കൂടെ പ്രകാശിക്കുമ്പോൾ ഇവിടെ ജീവൻ നിലനിൽക്കുന്നു. പൗലോസ് ഒരു നേരത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അനേകരിൽ ജീവൻ വ്യാപരിക്കാൻ കാരണം കഴിഞ്ഞ തലമുറയിലൊക്കെ ദൈവത്തിൻ്റെ ജീവൻ, നിത്യജീവൻ സമൂഹത്തിൽ വ്യാപരിക്കാൻ എന്താണ് കാരണം? ഭക്തന്മാരായ ദേവദാസന്മാർ തങ്ങളെ തന്നെ മറന്ന്, തങ്ങളെ തന്നെ വർജിച്ച്, തങ്ങളെ ജീവനെ യാഗമായി അർപ്പിച്ച് അവർ അധ്വാനിച്ചു. തങ്ങൾ ലാഭം നോക്കാതെ ദൈവത്തെ അവരിൽ നിന്ന് പുറപ്പെട്ടു. അത് ഈ സമൂഹത്തിന് ജീവനായി മാറി. സ്തോത്രം. മാത്രമല്ല വേറൊരു പ്രത്യേകത ഉണ്ട്. അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ പ്രകാശത്തിന് അത്ഭുത അവസ്ഥയിലേക്ക് നടത്തുവാൻ, ഇരുണ്ട മേഖലകളിൽ വെളിച്ചം വീശുവാൻ ഇത് കാരണമാകുന്നു. അവർ ജ്വലിക്കുന്നതുകൊണ്ടല്ലേ, ജ്യോതിർഗോളങ്ങൾ കത്തി ജ്വലിക്കുന്നതുകൊണ്ടല്ലേ ഇരുണ്ട മേഖലകളിലേക്ക് വെളിച്ചം വീശുന്നത്. ഭൂമി സ്വയം കറങ്ങാതെ നേരെ നിൽക്കുകയാണെങ്കിൽ ഒരേ ഭാഗത്ത് എപ്പോഴും വെളിച്ചം ഉണ്ടാകുവായിരുന്നല്ലോ. ഭൂമി സ്വയം കറങ്ങുന്നതുകൊണ്ടല്ലേ രാവിലെ സൂര്യൻ പ്രകാശിക്കുമ്പോൾ, സൂര്യപ്രകാശം നമുക്ക് കിട്ടുമ്പോൾ എത്ര സന്തോഷമാണ്. കിട്ടാതിരുന്നാലോ ഇതേപോലെ ഇരുട്ടിലിരിക്കുന്നവരെ വെളിച്ചത്തേക്ക് നടത്തുവാൻ ജ്യോതിർഗോളങ്ങൾ കാരണമാകുന്നു. ദൈവസ്നേഹത്താൽ, ദൈവകൃപയാൽ, ദൈവാത്മാവിനാൽ ഒരു വ്യക്തി നിറഞ്ഞ് സാക്ഷാൽ ജീവന്റെ പ്രകാശമായി ജ്വലിക്കുമ്പോൾ ജ്യോതിസുകളെ പോലെ നാം പ്രകാശിച്ചാൽ ഇരുട്ടിലിരിക്കുന്ന, അന്ധകാരത്തിലിരിക്കുന്ന അനേക ജീവിതങ്ങൾ ഈ പ്രകാശത്തിലേക്ക് വരും. അപ്പോൾ ഞാനിപ്പോൾ 7 കാര്യങ്ങൾ ആ ബന്ധത്തിൽ പറഞ്ഞു. ജ്യോതിർഗോളങ്ങളുടെ പ്രത്യേകത, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അതുപോലെ അപ്പോൾ ഞാൻ പറഞ്ഞത് ജ്യോതിർഗോളങ്ങളുടെ സ്ഥാനം ഏറ്റവും ഉയരത്തിൽ. ഇതേപോലെ വിശ്വാസിയുടെ നിലവാരം ഈ അധമമായതല്ല, ഉന്നതമായത്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ജീവിത നിലവാരം ഒരു വിധത്തിൽ ലോകത്തിന് സ്റ്റാൻഡേർഡ് അല്ല, പിന്നെയോ അതിലും ഉന്നതമായത്, വളരെ ഉന്നതമായത്, ഏറ്റവും വിശുദ്ധമായത്, ഏറ്റവും പവിത്രമായത്, ലോകത്തിന് അതിൻ്റെ ഒരു സാമർത്ഥ്യം കൊണ്ടും എത്താൻ കഴിയാത്ത ജീവിതം. 2, നിരന്തരം പ്രകാശിക്കുന്ന ജീവിതം. ഏത് സാഹചര്യത്തിലും ആ പ്രകാശത്തിനൊരു മാറ്റവുമില്ല. ഇതാ ക്രിസ്തീയ ജീവിതം. മാത്രമല്ല, തങ്ങളെ തന്നെ അവർ സ്വയം ജ്വലിക്കുന്ന, സ്വയം കത്തിയെരിയുന്ന ജീവിതം ക്രിസ്തീയ ജീവിതം. കർത്താവിന് വേണ്ടി സ്വയം എരിഞ്ഞു തീരുക. സ്തോത്രം. അത് മാത്രമല്ല, എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. എത്ര കിട്ടിയാലും കിട്ടുന്ന ഒന്നും എടുക്കുന്നില്ല. കർത്താവിൽ നിന്നുള്ള സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പി. നമുക്ക് കിട്ടിയതെല്ലാം തികച്ചും സൗജന്യമായി, കർത്താവിന് വില കൊടുത്തത് മൂലമായി. ദൈവത്തിൻ്റെ രക്ഷ, നിത്യജീവൻ, ഈ സന്തോഷം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ
ആത്മവരങ്ങൾ ഒന്നും കാശ് കൊടുത്തിട്ടല്ല, സൗജന്യമായി കിട്ടി. ഇതുപോലെ ദൈവാത്മ പ്രവൃത്തിയെല്ലാം സൗജന്യമായി. ആ ജോസുകളാണെങ്കിൽ അങ്ങനെ അസൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുക, എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുക, മാറ്റമൊന്നുമില്ല. ഏത് കൊടുങ്കാറ്റ് വന്നാലും ഏത് കാറ്റുകൾ മൂടിയാലും ഇല്ല, വിശ്വാസി കോട്ടമില്ല, കർത്താവിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. സൗജന്യമായി കൊടുക്കുന്നു, ജീവൻ നിലനിർത്തുന്നു. ഇരുട്ടിലിരിക്കുന്ന അനേകർ വെളിച്ചത്തിലേക്ക് വരുവാൻ അവർ കാരണമാകുന്നു, മുഖാന്തരമാകുന്നു. അപ്പോൾ നമ്മുടെ ആത്മീയ നിലവാരം, നമ്മുടെ ധാർമ്മിക നിലവാരം ദൈവവചനത്താൽ നീന്തുന്നു. ഉയരത്തിൽ നിന്ന് മോശ ഒരിക്കൽ പറഞ്ഞായിരുന്നു, അഗ്നിമയമായൊരു പ്രമാണം അവൻ്റെ ബലങ്കത്തിലുണ്ടെന്ന്. അതുപോലെ ജീവനായ ദൈവം, അഗ്നിയായ ദൈവം, തേജസ്സായ ദൈവം തേജസ്സിലിറങ്ങി തേജസ്സേറിയ ഒരു വലിയ പ്രമാണം, നമുക്കൊരു വലിയ പ്രമാണം തന്നു. അതിൻ്റെ വെളിച്ചത്തിൽ നാം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റം ഉണ്ടാകും. ഞാൻ അതിനെക്കുറിച്ച് പറയാറുള്ളത് 3 ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചാണ്. ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഫിഗറേഷൻ, ട്രാൻസ്മിഷൻ. ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരം, ട്രാൻസ്ഫിഗറേഷൻ അതേ പ്രതിമയായി അവനെ പോലെ ആയിത്തീരുക. ട്രാൻസ്മിഷൻ പ്രസരണം, മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുക. കർത്താവിനെ ചോദിച്ചാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ വക്രതയും കോട്ടവുമുള്ള തലമുറ നടുവിൽ നാം അവരെ പോലെ ജീവിക്കാനല്ല, വളഞ്ഞു കോടി അതുപോലെ ലോകത്തിൻ്റെ പ്രാക്ടീസും ലോകത്തിൻ്റെ രീതിയും ലോകത്തിൻ്റെ മാർഗവും എല്ലാം എടുത്ത് ലോകക്കാരെക്കാളും മോശമായി വിശ്വാസി എന്ന ലേബലും ധരിച്ച് പോകാനല്ല, പിന്നെയോ അവരുടെ ഇടയിൽ അനിന്ദരായി, പരമാർത്ഥികളായി, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി, വെറുവെറുപ്പില്ലാത്തവരായി, തർക്കവാദങ്ങളില്ലാത്തവരായി, ദൈവസ്നേഹത്താൽ ഭരിക്കപ്പെട്ട സഹോദരന്മാരെ സ്നേഹിച്ച് ദൈവകൃപ പ്രാപിച്ച് വെറുപ്പും വിദ്വേഷവും കൂടാതെ ആത്മാവിൽ ജീവിച്ച് ജോസിലെ പോലെ പ്രകാശിക്കുന്നവരാണ് വിശ്വാസികൾ. അത് അപ്പോസ്തലൻ പറയുന്നത്. അവർക്ക് രൂപാന്തരം എന്തിൽ നിന്നെല്ലാം രൂപാന്തരം ഉണ്ടായി? കർത്താവിനെ ചോദിച്ചാൽ നമുക്കത് പിന്നാലെ എന്തിൽ നിന്ന് രൂപാന്തരം, എങ്ങനെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു? ഈ സമയത്ത് നമ്മിൽ നടക്കുന്നത് നമ്മിൽ ഒതുങ്ങി നിൽക്കുമോ, അത് മറ്റുള്ളവർക്ക് പകരുമോ? അതുകൊണ്ട് ചിന്തിക്കാം. ഇതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നമുക്ക് ഒന്നുകൂടെ ആവർത്തിക്കാം. നാം ജീവിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറ നടുവിൽ. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനന്തരും പരമാർത്ഥികളുമായിരിക്കാൻ, ദൈവത്തിന് നിഷ്കളങ്ക മക്കളായിരിക്കാൻ. ഇവരുടെ ഇടയിൽ ജീവനപരമാണ് നമുക്കടിസ്ഥാനം. ദൈവം തന്ന പ്രമാണമാണ് നമുക്കടിസ്ഥാനം. ആ അളവുപോലെ ഉപയോഗിച്ച് ജീവിച്ച് ജോത്സ്യനെ പോലെ പ്രകാശിക്കുന്ന, ഉന്നതമായ നിലവാരം പുലർത്തി എപ്പോഴും പ്രകാശിക്കുന്ന, സൗജന്യമായി കൊടുക്കുന്ന, സ്വയം ലാഭം ഉണ്ടാക്കാത്ത, എരിയുന്ന, ഛേദം വരുന്ന, നഷ്ടം വരുന്ന ജീവിതം, മറ്റുള്ളവരെ അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നടത്തുന്ന ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ശ്രേഷ്ഠമായ അവസ്ഥയിൽ ദൈവം നമ്മെ കൊണ്ടെത്തിക്കട്ടെ. അതിനാണ് യേശു ജീവൻ കൊടുത്തത്. അല്ലാതെ ദൈവമക്കൾ എന്ന പേര് പറയുകയും ലോകത്തെക്കാൾ മോശമായി ജീവിക്കുകയും ചെയ്യാനല്ല. അല്പം ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഫിലിപ്പിയ ലേഖനം 2-14-15 വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന പോലെ ഈ തലമുറ നടുവിൽ, വക്രതയും കോട്ടവുമുള്ള തലമുറ നടുവിൽ എങ്ങനെയായിരിക്കണമെന്നും ഏത് പ്രമാണിക്കണമെന്നും നാഥാവൃത്തി എഴുതിയിരിക്കുന്ന അല്പം ചിന്തിപ്പണ്ടിയായല്ലോ. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ പ്രകാശിക്കുന്നവരോ അതോ കർത്താവെ കരിന്തരി കത്തി ഒന്നുമല്ലാതായിരിക്കുന്നവരൊന്ന് സ്വയം ചിന്തിപ്പാൻ സഹായിക്കണം. അതിനെ കേൾക്കുന്ന എല്ലാവരോടും കർത്താവ് ഇടപെടുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ
മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.